ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നാച്ചുറൽ ഹെയർ ഡൈ പൗഡറാണ്. ഈ പൗഡർ ഉപയോഗിച്ച് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാം. ഇക്കാലത്ത് എല്ലാവർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ നര എന്നുള്ളത്. അധികം പേർക്കും ചിലപ്പോൾ എണ്ണ പാക്കൊന്നും ഇടാനുള്ള സമയം കിട്ടാറില്ല. ഓഫീസിൽ പോകുന്ന വീട്ടമ്മമാർക്ക് പുരുഷന്മാർക്കായാലും മുടി കറുപ്പിക്കാനും താടി കറുപ്പിക്കാനും എല്ലാത്തിനും തന്നെ ഈ പൗഡർ ഉപയോഗിക്കാം. ഈ പൊടി ഉണ്ടാക്കി നമ്മൾക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ കയ്യിൽ പുരട്ടിയല്ല, ഞാൻ മുടിയിൽ പുരട്ടി ലൈവായി കാണിച്ചു തരാം. എത്ര സമയം വരെ മുടിയിൽ നിൽക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവസാനം. ഈ ഹെയർ ഡൈ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് പോമഗ്രാനൈറ്റിൻ്റെ തൊലിയാണ്. ഈ തൊലി ഞാൻ ഉണക്കി വെച്ചതാണ്. ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് ഉണക്കി നല്ല കവറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. മാതള നാരങ്ങയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പൊനിസിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയിലുള്ള ഡാൻഡ്രഫിനെ ചെറുക്കാനും പിന്നെ നര കൂടുതൽ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മുടിയിൽ നല്ല കളർ കിട്ടാൻ, അതായത് നമ്മളിപ്പോൾ ഹെന്ന പാക്ക് ഇടുമ്പോഴാവട്ടെ നല്ല കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പൊമഗ്രാനൈറ്റിൻ്റെ തൊലി. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം മിനുസായിട്ടൊന്നും പൊടിയണ്ട കേട്ടോ, ഒന്ന് ഇതുപോലെ പൊടിഞ്ഞാൽ മതി. പിന്നെ ഇനി നമ്മൾക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ഇത് കരിഞ്ജീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് മാത്രമേ പൊടി ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഒരുപാട് ഉണ്ടാക്കിയത് തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നല്ലൊരു തുണിയിലേക്ക് നമുക്ക് ഈ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ പോമഗ്രാനൈറ്റ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകത്തിനെ കൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മളെ മുടി കറുപ്പിക്കാൻ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കരിഞ്ജീരകം. ഇത് രണ്ടും കൂടി ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു കിഴി പോലെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതേ തുണി വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒരു കിഴി കെട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അറ്റം ഇതൊന്ന് മുറിച്ച് മാറ്റാം. ഇപ്പോൾ ഇത് ചെറിയൊരു കിഴിയായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ചെറിയൊരു പാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ മൺചിര അതില്ലേ, അതുപോലെയുള്ളതുണ്ടെങ്കിലും മതി. എൻ്റെ കയ്യിലുള്ളത് കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ എൻ്റെ കിഴി കുറച്ച് വലുതായതുകൊണ്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ മുടിക്ക് കളർ കിട്ടാൻ ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. അപ്പോൾ കടുകെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എള്ളെണ്ണയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ എള്ളെണ്ണ ഇതുപോലെ കുറച്ചും ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഈ കിഴി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ കിഴിയുടെ മേലെ കൂടി കുറച്ചും എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ കുറേ പേരൊക്കെ ഉണ്ട് ഹെന്ന പാക്ക് ഇടാൻ ബുദ്ധിമുട്ട്, സമയക്കുറവ് എല്ലാം കാരണം കെമിക്കൽ ഡൈയിലേക്ക് തന്നെ മാറുന്നവർ. അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണിത്. നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ഇത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കെമിക്കൽ ഡൈയിൽ നിന്ന് എന്തായാലും മാറി ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകളിലേക്ക് തന്നെ മാറണം. കുറേ കാലം കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്കിൻ അലർജിയും സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവാറുണ്ട്. നാച്ചുറൽ ഡൈ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കെമിക്കൽ ഡൈ പോലെ അത്ര ഈസിയൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിൽ വെച്ച് അതിന് ഇതുപോലെ ഒരു തിരി കൊളുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ 3 ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്റ്റീൽ ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടി ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾക്ക് ഇതിൻ്റെ പുകയാണ് പിന്നെ പൊടിയായി നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇത് തണുക്കാതെ ഇത് തൊടാൻ പറ്റില്ല. ഇത് ഇവിടെ ആവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ഹെയർ പാക്ക് കാണിച്ചു തരാം. മുടി കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡൈയും പാക്കും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ഒരു പാക്ക് കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ മുടി കറുക്കാനും മുടി നരക്കാതിരിക്കാനും സഹായിക്കും. കറുത്താൽ മാത്രം പോരല്ലോ, പിന്നെയും വീണ്ടും നര വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. അതിനുവേണ്ടി കുറേ അധികം ചെമ്പരത്തിപ്പൂ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊമഗ്രാനൈറ്റിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കാം. തിളപ്പിച്ച് ഇത് മൂടി വെച്ച് വേണം കേട്ടോ തിളപ്പിക്കാൻ. ഒരു 5-6 മിനിറ്റ് സമയം ഇത് മൂടി വെച്ച് തിളപ്പിക്കണം. അപ്പോൾ അതുപോലെ തിളപ്പിച്ച് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും ഇതിൻ്റെ ഈ തൊലിയുടെ കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കുന്ന സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി അരിച്ചെടുത്ത് ഈ പാക്ക് നമ്മൾ കഴിയുമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്താൽ നമ്മളെ നര വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. കുട്ടികൾക്കായാലും ഇപ്പം പെട്ടെന്ന് തന്നെ നര കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായി ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കോൺഫ്ലവർ 1 സ്പൂൺ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ കട്ടെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കാം.
കുറുക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് തണിയാനായി മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് കട്ടിയായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം കട്ടിയിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഞാനിത് ഒരുവിധം കട്ടിയിലാണുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിലെല്ലാം കുട്ടികൾക്കും ആയാലും നമുക്കായാലും പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം അങ്ങനെ കുളിച്ചാൽ മതി കേട്ടോ. കുളിക്കും അപ്പോൾ നമ്മളുടെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ മുടിയിൽ ഹെന്ന ചെയ്താലും നമുക്ക് ഇതുപോലെയുള്ള ഈ പൗഡർ ഉണ്ടാക്കി നമ്മളിപ്പോൾ ഇടുന്നുണ്ടല്ലോ, നാച്ചുറൽ ഡൈ പൗഡർ, അതായാലും നമ്മൾ ഷാമ്പു ഇടരുത്. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ അധിക കാലം നിൽക്കില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും മുടിയിൽ നിന്ന്. അപ്പോൾ ഇതുപോലെയുള്ള പാക്ക് ഉണ്ടാക്കി മുടിയിലിട്ടാൽ നമ്മളുടെ ഹെന്നയുടെയോ ഒന്നിൻ്റെ ഡൈയുടെയോ ഒന്നും കളറ് മാറുന്നതല്ല. അപ്പോൾ ഇതുപോലെയുള്ള പാക്ക് ഉണ്ടാക്കി ഇടാൻ നോക്കാം. ഇനി നമുക്ക് നമ്മളുടെ മറ്റേ ഹെയർ ഡൈ പൗഡറിൻ്റെ ഇതെടുക്കാം. ആ പ്ലേറ്റ് കണ്ടാൽ നന്നായി തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിതാ ഒരു പീസ് ഓല എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് എല്ലാ പൗഡറും ഇതുപോലെ എടുക്കാം കേട്ടോ. നന്നായി തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ പണ്ട് കുട്ടികൾക്ക് കൺമഷിയൊക്കെ വീട്ടിൽ അമ്മൂമ്മമാർ ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് കളക്ട് ചെയ്തിട്ട് വെക്കാം. ഇത് ഒരു ബോട്ടിലാക്കി നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് എത്ര മാസം വെച്ചാലും ഇത് കേടാവില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട്, ഇപ്പോൾ ഞാനിത് 2 സ്പൂണാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ ഒരിക്കലും ഒഴിവാക്കരുത്. ഗ്ലിസറിൻ തന്നെ വേണം നമുക്ക്. ഇല്ലാതെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെച്ചും ഇത് ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം യൂസ്ഫുള്ളാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ വെച്ച് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ചെയ്യാം. അത് കറുപ്പ് കളർ കിട്ടുമെങ്കിലും അത് ചിലപ്പോൾ ഇനി പടർന്ന് പിടിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പടർന്ന് പിടിക്കില്ല കേട്ടോ. നമ്മൾ നെറ്റിയിലേക്കോ അല്ലെങ്കിൽ വേർക്കുമ്പം ഡ്രസ്സിലേക്കോ ഒന്നും പടരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതാ കയ്യിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല, നന്നായിട്ട് കളറുണ്ട്. പിന്നെ ഞാൻ മുടിയിലിട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഇത് കണ്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ, നരയുള്ളൂ. ഞാൻ എപ്പോഴും ഈ ഹെന്ന പാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് മുടിയിൽ അധികം നരയൊന്നുമില്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് നര കാണും. അപ്പോൾ അവിടെ മാത്രം ഞാൻ കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നരയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുടിയിൽ മാത്രമേ ഉള്ളൂ. നമ്മളധികം സ്കിന്നൊന്നും ആവാതെ ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. കാരണം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോഴല്ലേ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കഴിച്ച് ഞാൻ കുളിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു പ്രാവശ്യം കുളിക്കുമ്പോഴൊക്കെ ഇത് പോകുമെന്നുള്ളത്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിടുമ്പം നമ്മുടെ കയ്യിലൊക്കെ നന്നായി തന്നെ കളറ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൈ കഴുകിയിട്ട് നോക്കാം. ഇത് പക്ഷേ മുടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലേക്കൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുടിയിൽ തൊട്ടിട്ട് കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ കയ്യിലൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതാ കുളിച്ചിട്ട് വരട്ടെ. കുളിച്ച് വന്നിട്ടുള്ള റിസൾട്ട് കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. മുടിയൊക്കെ തുറക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും കളറൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അതാ ഷാമ്പു ഇട്ടിട്ടല്ല ഞാൻ കുളിച്ചത്, ഷാമ്പു ഇടാതെ ഒന്നും കുളിച്ചത്. പക്ഷെ മുടിയിൽ അതുപോലെ തന്നെ കറുപ്പുണ്ട്. അപ്പോൾ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.